ഹായ്, എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ നാടൻ ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാട്ടോ ഷെയർ ചെയ്യുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യേണ്ടാവുക. നമ്മൾ ഈ ഗരം മസാല പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ കറിയിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണത് നമ്മൾ തയ്യാറാക്കിയ ഗരം മസാല ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഗരം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് പെരിഞ്ജീരകമാണ്. ഞാനൊരു വലിയ സ്പൂൺ 4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മസാലയിൽ ഏറ്റവും കൂടുതലായിട്ട് എടുക്കേണ്ടത്. ബാക്കിയെല്ലാം അതിനേക്കാളും കുറവാണ് എടുക്കുക. പിന്നെ ഇതിലേക്ക് പട്ട ഞാനൊരു 3 കഷ്ണം എടുത്തിട്ടുണ്ട്. 2 വലിയ കഷ്ണം കുറച്ച് ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ ഞാനിവിടെ ഒരു 10-16 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂണിന് അളന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഏലക്കായ ഒത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഏലക്കായ ഞാൻ കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറയാമ്പൂ എന്ന് പറയുന്നത് ക്ലോവ്സ്. അത് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം, വലിയ സ്പൂണിന് 1.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ കുരുമുളക് ചേർക്കാറുണ്ട് ഈ ഒരു ഗരം മസാല തയ്യാറാക്കുമ്പോൾ. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നമ്മുടെ ആ മസാലയ്ക്ക് കുറച്ചൊരു എരിവും കുറച്ചൊരു ടേസ്റ്റുമാണ്. അപ്പോൾ കുരുമുളകും ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ ഏലക്കായ എടുത്തിട്ടുള്ളത് ഈ കുരുമുളകും അതുപോലെ തന്നെ കറയാമ്പൂവിനേക്കാളും കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ ഏലക്കായയുടെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കോലം, അതായത് സ്റ്റാർ അനൈസ് എന്ന് പറയും, തക്കോലം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിപത്രി, അതായത് ജാതിക്കയുടെ കുരു ഞാൻ എടുക്കുന്നില്ല, അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ഇതുണ്ടാവില്ലേ ജാതിപത്രി എന്ന് പറയുന്നത്, അതെടുത്തിട്ടുണ്ട്. അതൊരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഗരം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചേരുവകൾ. ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാം. അപ്പോൾ ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാല ചീത്തായൊന്നും പോവില്ല അധികം ദിവസം ഇരുന്നാലും. അപ്പം ഞാൻ ഈ ഒരു അളവിലാണ് ചെയ്ത് വെക്കാറ്. ഇത് തീരുമ്പോഴാണ് അടുത്തത് ഉണ്ടാക്കാറ്. ഒത്തിരി അങ്ങ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും കുറച്ചായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിയിൽ ഇത് ചേർക്കുന്ന സമയത്ത്. അപ്പം ഞാനെല്ലാം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പട്ടയൊക്കെ. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെ കളറൊന്നും ഒത്തിരി മാറാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നമുക്ക് ആ പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്താ പറയുക, ജാതിക്ക ചേർക്കുന്നവരുണ്ട്, അതുപോലെ ബേ ലീവ്സൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചേർക്കാറുള്ളൂ മസാല റെഡിയാക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒത്തിരി അങ്ങ് വറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടപ്പത്തുനിന്ന് അങ്ങ് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ആ ചൂടിലിരുന്നിട്ട് ഇത് കരിഞ്ഞു പോവും. ഞാൻ അടപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പം മസാലയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള പൊടിയായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇതായിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മസാല ആണെങ്കിൽ നമ്മൾ ഇതൊരു സ്പൂണൊക്കെ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നന്നായിട്ടിരിക്കും. നമ്മൾ വറുത്ത് പൊടിച്ചുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടായി പോവില്ല. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. ഗരം മസാലയൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഇതാണ് കുറച്ചുകൂടെ നല്ലത്. നല്ല ഫ്ലേവറാണ് നമ്മുടെ കറിക്ക് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗരം മസാല. ഇത് നമ്മൾ കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാലും നമ്മുടെ കറിയിൽ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. നമ്മൾ ആ കറിയൊക്കെ തിളക്കുന്ന സമയത്ത് ഒരു സ്പൂണൊക്കെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. കടലക്കറി, അതുപോലെ ചിക്കൻ കറി, മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്